ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് റമദാനിലെ ഫസ്റ്റ് വിശേഷങ്ങളാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് രാവിലെ ഒരു 9:30-10 മണി ആ സമയത്ത് ഉള്ളതും പിന്നെ അതിൻ്റെ കൂടെ തന്നെ വൈകുന്നേരം നമ്മൾ അസർ ബാങ്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പാത്തൂസ് എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾ പറയുന്നതൊക്കെ നമുക്കിതിൽ മൊത്തത്തിൽ കൊടുക്കാൻ പറ്റൂല കേട്ടോ. ആൾ പറയണത് കേട്ട് നിങ്ങൾ എന്നെ ചിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ എന്നോട് കുറേ സംശയങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോന്ന്. അപ്പോൾ അതാണ് ഞാനവിടെ വോയിസ് കട്ട് ചെയ്തിട്ട് ഞാൻ വോയിസ് കൊടുക്കുന്നത് എന്നും വിചാരിക്കും കേട്ടോ. ഓൾറെഡി എന്താ പറയുക, ആ സ്പോട്ടിൽ വോയിസ് ഞാനത് ഓണാക്കാമെന്ന്. പക്ഷേ നടക്കൂല കേട്ടോ. എന്താ വെച്ചാൽ വേറെ നല്ല ഇവിടെ മക്കൾ ചിലപ്പോൾ TV ഓണാക്കിയിട്ടുണ്ടാവും. എല്ലാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടേതായ ഓരോ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. TV ഓണാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നോമ്പായ കാരണം TV കാണാമെന്നൊന്നും പറയാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാനങ്ങനെ നോമ്പിൻ്റെ സമയത്തൊന്നും അങ്ങനെ TV കാണലും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ തന്നെ ആയിട്ട് അങ്ങനെ പോവാറാണ് കേട്ടോ പതിവായിട്ട്. അങ്ങനെ സുഡാപ്പി അവിടെ ഇരുന്ന് കാർട്ടൂൺ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൗണ്ട് വല്ലാണ്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിങ്ങനെ ഇതാക്കുന്നത്. അപ്പോൾ ചിക്കൻ നമ്മൾ വൈകുന്നേരത്തേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഫുഡ് വേറെ ഉണ്ടായിരുന്നു, ഉച്ചയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരിപ്പോൾ ഒന്നും വേണ്ട, നമുക്ക് ഉച്ച കഴിഞ്ഞ് നോമ്പ് തുറക്കണ സമയത്ത് മതി എന്ന് പറഞ്ഞ കാരണം ഞാൻ അങ്ങനെ ഇതിപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് മസാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കേട്ടോ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കാണിക്കുന്നത് ഞാൻ അസർ ബാങ്കിൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാൻ മസാലയൊക്കെ പരട്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് വെച്ചത്. പിന്നെ മൊത്തത്തിൽ ചിക്കൻ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി കഴുകിയിട്ട് പകുതി ഞാൻ വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഞാൻ അടുപ്പിലാണ് കേട്ടോ ഇന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്നും ഞാൻ പറയാറുണ്ട് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം അടുപ്പിൽ കുക്ക് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നോമ്പിൻ്റെ സ്റ്റാർട്ടിങ് കൂടിയല്ലേ. അപ്പോൾ ഇന്ന് നമ്മുടെ ചിക്കൻ കറിയിൽ തന്നെ അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ചോറും കറിയൊക്കെ വെച്ചു, അടുപ്പിൽ പുതിയ അടുപ്പായാലും കറിയൊക്കെ വെച്ചു. എന്നാലും ഇന്നത്തെ നമ്മുടെ റമദാനിലെ ഫസ്റ്റത്തെ ഡേ നമുക്ക് അടുപ്പിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫസ്റ്റത്തെ കുക്കിങ് കാര്യങ്ങളൊക്കെ അങ്ങനെ ചിക്കനിനുള്ള സബോള ഞാനിപ്പോൾ ഒരു ചട്ടി എന്ന് പറയാൻ പറ്റില്ല, ഒരു അലുമിനിയത്തിൻ്റെ പാത്രമാണ് കേട്ടോ. അത് അടുപ്പത്തേക്ക് വെച്ചിട്ട് എണ്ണ ചൂടായതിൻ്റെ ശേഷം സബോള ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. സബോള നമുക്ക് തീയിൽ തന്നെ ആയ കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് വാട്ടി കിട്ടും കേട്ടോ. അധികം നമ്മൾ ഉപ്പോ അല്ലെങ്കിൽ അതൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ അടച്ച് വെക്കുക, ആ ഒരു പണിയൊന്നും വേണ്ട കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാണ്ട് നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ അടുപ്പിലായ കാരണം കൊണ്ട് തീ നല്ലോണം അങ്ങോട്ട് കത്തി വരുമ്പോൾ വേഗം നമ്മൾ സബോളയൊക്കെ വാട്ടിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് മാറി നിന്ന് വേറെ എന്തെങ്കിലുമൊക്കെ പണിയിലൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും, ഒന്നിനും കൊള്ളാത്ത രീതിയിലായി കിട്ടും കേട്ടോ. അങ്ങനെ സബോളയൊക്കെ ഏകദേശം വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അങ്ങനെ ഇന്നിപ്പോൾ എല്ലാം അമ്മിക്കുഴയിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ അങ്ങോട്ട് അടിച്ചെടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ സാധാരണ ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കാറുണ്ട്. ചില സമയത്തൊക്കെ ഇങ്ങനത്തെ ഓരോ ഇതൊക്കെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ സബോളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാതും ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. പിന്നീട് നമ്മളിങ്ങനെ പോയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വെച്ചിട്ടോ. പിന്നെ അതുപോലെ തന്നെ മുകളിൽ ഞാനൊരു ഷീറ്റ് മറിച്ചിന് കെട്ടിയിട്ടുണ്ട് കേട്ടോ മുകൾ ഭാഗത്ത്. അത് കാരണം ഇങ്ങനെ കാക്കൊന്നും വന്നിരിക്കില്ല. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയൊരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മസാലപ്പൊടി ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, അതിൻ്റെ കൂടെ തന്നെ പെരുംജീരകം ഒന്ന് ഞാൻ അന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പൊടിച്ചെടുത്തത്. പെരുംജീരകം ഒന്ന് ജസ്റ്റ് ചൂടായിട്ടൊന്ന് പൊടിച്ചെടുത്ത് അവിടെ മാറ്റി വെച്ചതാണ് കേട്ടോ. നമ്മൾ ചിക്കൻ കറിയിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാതും കൂടി അങ്ങോട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ നമ്മളിങ്ങനെ ഓരോ പാത്രം മൂടി തുറക്കുക ഇടുക, അതിനും നല്ലത് അല്ലാതും കൂടി ഒരു പാത്രത്തിലേക്ക് ഇടുക. പ്രത്യേകിച്ച് നമ്മൾ അടുപ്പിൽ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നോരോന്നും ഇടുമ്പോഴേക്കും അത് അങ്ങോട്ട് കരിഞ്ഞു വരും കേട്ടോ. പിന്നെ നമ്മൾ പെട്ടെന്ന് മൊത്തത്തിൽ തീ അങ്ങോട്ട് കുറച്ച് കൊടുക്കേണ്ടി വരും. പിന്നെ അത് കൂതി കത്തിച്ചെടുക്കാനും വലിയ പണിയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നാടൻ കറിവേപ്പില കേട്ടോ, അത് ഫ്രഷ് തന്നെ ഇവിടുന്ന് പറിച്ചെടുത്തിട്ട് കഴുകിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടിയൊക്കെ ചേർത്തത് നന്നായിട്ട് അങ്ങോട്ട് വാട്ടിയെടുത്തോളൂ. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രീസറിൽ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രീസറിലല്ല കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്, ഫ്രീസറിൽ നമ്മൾ മാറ്റി വെച്ച ചിക്കനാണ് വെച്ചത്. അടിയിലത്തെ തട്ടിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് മസാല പുരട്ടി വെച്ച ചിക്കൻ കേട്ടോ. അപ്പോൾ അതൊന്ന് എടുക്കാനായിട്ട് പോയതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ഇവിടെ അടുപ്പിൻ്റെ അടുത്ത് നിന്ന് എത്തി നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സുഡാപ്പി, ഞാൻ എന്താ അവിടെ പരിപാടി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചിക്കനാന്ന് പറഞ്ഞിട്ട് ആൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. വന്ന് എത്തി നോക്കി സബോളയൊക്കെ വാട്ടി കണ്ടപ്പോൾ ആൾക്ക് മനസ്സിലായിട്ടോ. പിന്നെ പാത്തോസും സുഡാപ്പി അങ്ങനെ ഇരുന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊന്ന് ഇവിടെ വന്നിട്ട് കസാരം ഇങ്ങനെ ഇരിക്കും. അങ്ങനെ അവൻ ഓടുമ്പോൾ അവൻ്റെ പുറകെ ഓടും, പിന്നെ അത് കഴിയുമ്പോൾ കസാരം വന്നിരിക്കും. അങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവളടുത്ത് പറയുന്നുണ്ട് നല്ല കാറ്റ് വരുമ്പോൾ പോകാൻ അങ്ങോട്ട് അടിക്കുന്നു. പക്ഷെ ആൾ കേൾക്കുന്നില്ല, ആൾ അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്താണെന്നറിയില്ല, ഇന്ന് വലിയ കാറ്റൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ചിക്കനും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ കറിയൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത പണി തുടങ്ങാൻ പോകുന്നത് കേട്ടോ. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ അടുപ്പിൽ റെഡിയാക്കിയെടുത്ത ചിക്കൻ കറിയും അതുപോലെ തന്നെ പത്തിരിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് കറിയൊക്കെ ഇതെവിടെ നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാൾ മണം പിടിക്കാനായിട്ട് വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. സോ പാത്തൂസ് പറയുന്നുണ്ട് മണം വരുന്നുണ്ട് കേട്ടോ. ചിക്കൻ കറി തിളക്കുമ്പോഴുള്ള ആ മണം ഉണ്ടല്ലോ, അപ്പോൾ അതിനെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തുറന്നൊന്ന് കാണിച്ചൊക്കെ ഇളക്കിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തപ്പോൾ പിന്നെ ആൾക്ക് സമാധാനമായിട്ടോ. അങ്ങനെ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ തണ്ണിമത്തങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ അത് മുറിച്ച് കൊടുത്തപ്പോൾ ആളിത് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ എന്നോട് പറയാണ് ഉമ്മി ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ആൾ വീഡിയോ എടുക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ആൾക്കത് പറയാനായിട്ട് ഫോട്ടോ എടുക്കുമെന്ന് പറയാൻ കേട്ടോ. അതിന് തണ്ണിമത്തങ്ങ ഇരിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇറക്കി അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ആൾ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ കളിച്ച് അങ്ങനെ കിടന്ന് ഉറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അടുക്കളയിൽ തന്നെയാണ് കേട്ടോ കിടന്ന് ഉറങ്ങണത്. അകത്തൊക്കെ നല്ല ചൂടായ കാരണം അവിടെ ഒട്ടും തന്നെ നമുക്ക് അകത്തൊന്നും ഈ സമയത്ത് തീരെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ. ഉച്ചയ്ക്കായാലും ഇതൊരു 5 മണി കഴിയാണ്ട് അകത്ത് നമ്മൾ കയറി കിടക്കയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒടുക്കത്തെ ചൂടാണ് കേട്ടോ. ഷീറ്റായ കാരണം ഞാൻ അടുക്കളയിൽ കിടത്തിയിട്ട് ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളെന്തായാലും എണീക്കുമ്പോൾ എനിക്കൊന്നും ഇങ്ങനെ പോയി തട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കിടന്ന് ഉറങ്ങിക്കോളും വെച്ചിട്ട് അങ്ങനെ പത്തിരിക്കുള്ള മാവൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ ഉറങ്ങിയപ്പോൾ തന്നെ വേഗം വന്ന് റെഡിയാക്കിയതാണ്. ഇനി വേഗം നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ പ്രസ്സിൽ ഇങ്ങനെ ഒരു കവർ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക അല്ലെങ്കിൽ പൊടി തട്ടി കൊടുക്കുക ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ ഇങ്ങനെ പരത്തിയെടുത്ത് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. പക്ഷേ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതും ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ എടുക്കുന്ന ടൈമിൽ ആ കവർ ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ പത്തിരിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്നും കാണിക്കുന്നില്ല, പത്തിരി ചെയ്യണത് കുറേശ്ശെ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കും നമ്മുടെ റമളാൻ മാസത്തിലെ 30 നോമ്പ് എടുത്ത് നോറ്റ് വീട്ടുവാൻ പടച്ചോൻ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഇതിപ്പോൾ പത്തിരിക്ക് ഏകദേശം റെഡിയാകാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഒക്കെ ലഭിക്കുള്ളൂ. അപ്പോൾ ഇത് പത്തിരിക്ക് നല്ലോണം പൊന്തിയൊക്കെ വരുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. തുടർന്ന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ മാത്രമാണ് കേട്ടോ എനിക്ക് പുതിയ വീഡിയോസൊക്കെ ഇടാനായിട്ട് ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾക്കും ഇന്ന് എന്തായിരുന്നു നോമ്പ് തുറക്കാനായിട്ട്, നോമ്പ് തുറ സ്പെഷ്യൽ എന്തായിരുന്നു എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോക്ക് അനുയോജ്യമായ എന്തെങ്കിലും ഒരു കമൻറ്റ്, ഒരു ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇതേ പത്തിരിയൊക്കെ ഏകദേശം റെഡിയാകാറായിട്ടുണ്ട്. പിന്നെ നമ്മളിന്ന് സ്പെഷ്യൽ എന്ന് പറയുന്നത് എണ്ണപ്പലഹാരങ്ങളൊന്നും ഒട്ടും തന്നെ ഉണ്ടാക്കുന്നില്ല കേട്ടോ. പ്രത്യേകിച്ച് ഉസ്താവുമാരൊക്കെ നമുക്ക് വാട്സപ്പിലായിട്ടും സ്റ്റാറ്റസായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല, പ്രത്യേകിച്ചും ഈ ചൂട് കാലത്താണ് നമുക്ക് നോമ്പ് വരുന്നത്. സാധാരണ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ജൂൺ മാസത്തിലാണ് കേട്ടോ നോമ്പ് വരാറ്. പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ നമ്മുടെ ഈ മാർച്ച് മാസം എന്ന് പറയുന്നത് നല്ല ചൂട്, നല്ല ചൂടുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് അത് നല്ലതല്ല. നമ്മൾ ഇത്രയും നേരം ഫുഡ് കഴിക്കാണ്ടിരുന്നിട്ട് ഈ എണ്ണ പലഹാരങ്ങളൊക്കെ കൂടുതൽ അങ്ങോട്ട് കഴിക്കുക, എണ്ണയിലൊക്കെ പൊരിച്ച് കഴിക്കുക. അതുപോലെ തന്നെ തണുപ്പുള്ളതായാലും അധികം തണുപ്പില്ലാത്ത ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് നോക്കുക. ഭക്ഷണം എന്ന് ഉദ്ദേശിച്ചത് പാനീയങ്ങളാണ് കേട്ടോ. വെള്ളം നമ്മളിപ്പോൾ നോമ്പ് തുറക്കുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ കുടിക്കുന്നത്, ആദ്യം കുടിച്ച വെള്ളമായിരിക്കും കേട്ടോ ഏറ്റവും കൂടുതൽ കുടിക്കുക. അപ്പോൾ അതൊക്കെ അധികം തണുപ്പില്ലാത്തതൊക്കെ കുടിക്കുക. അതുപോലെ തന്നെ പുളിയായിട്ടുള്ളത്, നാരങ്ങ വെള്ളമൊന്നും തീരെ കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ടാങ്ക് പൊടിയാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ കലക്കി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചായയും കൂടി വെച്ചാൽ മതി കേട്ടോ. ചായ ഒന്ന് വെക്കണം. പിന്നെ അതുപോലെ തന്നെ തണ്ണിമത്തങ്ങ കേട്ടോ. തണ്ണിമത്തങ്ങ എനിക്ക് നോമ്പ് തുറക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഫ്രൂട്ട്സ് ഐറ്റംസിൽ കഴിക്കാനായിട്ട് ഇഷ്ടം തണ്ണിമത്തങ്ങയാണ് കേട്ടോ. വേറെ നല്ല നമുക്ക് ആ സമയത്ത് വെള്ളത്തിനോടായിരിക്കും ഏറ്റവും കൂടുതൽ താല്പര്യം. അപ്പോൾ ഈ തണ്ണിമത്തങ്ങ കഴിക്കുന്നതോടനുസരിച്ച് നമുക്കതിൻ്റെ കൂടെ വെള്ളത്തിൻ്റെ ഒരു ഇതും കൂടി നമുക്ക് കിട്ടുമ്പോൾ പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ. എനിക്ക് വേറെ ഒന്നും കഴിക്കാനായിട്ട് താല്പര്യമില്ല കേട്ടോ. ഫ്രൂട്ട്സ് ഐറ്റംസിൽ നോമ്പ് തുറക്കുന്ന ടൈമിൽ ഇത് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം തണ്ണിമത്തങ്ങയാണ്. അപ്പോൾ ഞാൻ അധികം കഴിക്കും ഈ തണ്ണിമത്തങ്ങ തന്നെയാണ് കേട്ടോ.
അങ്ങനെ ഞാൻ തണ്ണിമത്തങ്ങ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ദിലു പറയുന്നുണ്ട്, നന്ദമ്മി കുറച്ച് മുറിച്ച് വെച്ചാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം എനിക്ക് നോമ്പ് തുറക്കണം അപ്പം തന്നെ നമുക്ക് കുറച്ച് കഴിക്കാം, പിന്നെ നമുക്ക് ഇരുന്നിട്ട് നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു പത്തിരിയും ചിക്കനൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കിങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങനെ തോന്നും. ആ ടൈമിൽ നമുക്കത് മുറിച്ച് വെച്ചിട്ട് ഇരുന്ന് ഇങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ കഴിക്കലും ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആകെ 2 പത്തിരിയാണ് കേട്ടോ ഞാൻ ആകെ കഴിച്ചത്. പിന്നെ ഈ തണ്ണിമത്തങ്ങ മുറിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന ടൈമിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ള ഫുഡ് ഏതാണെന്നുള്ളത്. ഫ്രൂട്ട്സിൽ കേട്ടോ, അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഇപ്പോൾ ദേ തണ്ണിമത്തങ്ങയൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 6:15 ആയിട്ടുണ്ട്. ഇപ്പോൾ 6:30, 6:35, 6:40 ആ സമയത്തൊക്കെയാണ് ബാങ്ക് കൊടുക്കാറ് കേട്ടോ. ഇനിയിപ്പോൾ ഫസ്റ്റ് ദിവസം ആയ കാരണം എങ്ങനെയാണെന്ന് കറക്റ്റ് അറിയില്ല. വല്ല മാറ്റം ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ നോമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തണ്ണിമത്തങ്ങ റെഡിയാക്കി. അങ്ങനെ ചിക്കൻ കറിയൊക്കെ പിന്നെ റെഡി ആയതൊക്കെ ഞാൻ ചിക്കൻ കറി ഇവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അകത്തേക്ക് കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ അവിടെ കാക്കകൾ വന്നിരുന്ന് അതിങ്ങനെ ഒരു ഇതാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കൈയോടെ തന്നെ ഇങ്ങോട്ട് അത്തി കൊണ്ടുവന്നതാണ്. പിന്നെ എന്തേ പാൽച്ചായ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നോമ്പ് തുറ സ്പെഷ്യൽ എന്ന് പറയുന്നത് പത്തിരിയും ചിക്കൻ കറിയും അതുപോലെ തന്നെ തണ്ണിമത്തങ്ങ ഫ്രൂട്ട്സ് ഐറ്റംസിൽ കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം മാത്രം കേട്ടോ. അങ്ങനെ കുറേ അങ്ങോട്ട് ധാരാളമായിട്ട് ഉണ്ടാക്കുക കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. സാധാരണ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ നോമ്പ് തുറ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.